ഹായ് ഓൾ, വെൽക്കം ടു ടുഡേയ്സ് ലെക്ചർ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂനിയർ ജിയോ ഫിസിക്സിസ്റ്റ് എക്സാമിൻ്റെ ഫസ്റ്റ് മോഡ്യൂളിലുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 1 ബേസിക് ഗ്രൗണ്ട് വാട്ടർ ജിയോ ഫിസിക്സ്. ഈ ഒരു മൊഡ്യൂളിന് ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 12 മാർക്സ് ആണ്. ഈ ഒരു മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഹൈഡ്രോളജി സൈക്കിൾ. So, what do you mean by hydrology? Hydrology means it is the science that treats water of earth, their occurrence, circulation, distribution, their chemical and physical properties and reaction with the environment, including the relation to living things. ബേസിക് ആയിട്ട് ഒരു ഹൈഡ്രോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ എർത്തിലുള്ള എല്ലാ വാട്ടർ കണ്ടൻറ്റ് പറ്റിയും പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ഹൈഡ്രോളജി എന്ന് പറയുന്നത്. വാട്ടറിൻ്റെ സർക്കുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഒക്കറൻസ്, അതുപോലെ തന്നെ അതിൻ്റെ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ടുള്ള സ്റ്റഡീസ് നടത്തുന്നു. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റിലെ ലിവിങ് ബീൻസുമായിട്ട് വാട്ടർ ബോഡീസ് അല്ലെങ്കിൽ വാട്ടർ എങ്ങനെയാണ് ഇൻ്ററാക്ട് ചെയ്യുന്നത്, ഇതാണ് ബേസിക്കായിട്ട് ഹൈഡ്രോളജി എന്ന് പറയുന്ന ബ്രാഞ്ചിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഹൈഡ്രോളജിയിൽ നമ്മൾ എർത്തിലുള്ള എല്ലാ വാട്ടർ ബോഡീസും വാട്ടർ കണ്ടൻറ്റിനും എല്ലാം കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ചും കൂടി ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് ഗ്രൗണ്ട് വാട്ടർ ഹൈഡ്രോളജീനെ പറ്റിയിട്ടാണ്. ഇത് ജനറൽ ഹൈഡ്രോളജിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ജനറൽ ഹൈഡ്രോളജി മീൻസ് ഇറ്റ് ഈസ് ദ സയൻസ് ദാറ്റ് ട്രീറ്റ്സ് ദ വാട്ടർ ഓഫ് എർത്ത് ആൻഡ് ദർ ഒക്കറൻസ്, circulation, distribution, the chemical and physical properties and reaction with the environment, including living things. ഇനി ഗ്രൗണ്ട് വാട്ടർ ഹൈഡ്രോളജിയും ബേസിക് ആയിട്ടുള്ള ഹൈഡ്രോളജിയും തമ്മിൽ എന്താ ഡിഫറൻസ്? നമ്മൾ പറഞ്ഞു ഹൈഡ്രോളജി എന്ന് പറഞ്ഞാൽ അത് എർത്തിലെ എല്ലാ വാട്ടർ റിസോഴ്സസിനെയും അത് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി ഗ്രൗണ്ട് വാട്ടർ ഹൈഡ്രോളജി എന്ന് പറയുന്നത് പെർട്ടിക്കുലർലി അണ്ടർഗ്രൗണ്ട് വാട്ടറിൻ്റെ മൂവ്മെൻറ്റ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഒക്കറൻസിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഗ്രൗണ്ട് വാട്ടർ ഹൈഡ്രോളജി is the science of occurrence, distribution and movement of water below the surface of earth. നമ്മൾ പറഞ്ഞു ഈ ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത് എന്താ, അതിൻ്റെ ഒരു ഫിസിക്കൽ മീനിങ് നമ്മൾ എർത്ത് കൺസിഡർ ചെയ്താൽ അതിൻ്റെ അണ്ടർഗ്രൗണ്ട് വാട്ടർ എന്നാണ് ജനറലി നമ്മൾ ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ എർത്തിൻ്റെ ഗ്രൗണ്ട് സർഫസിന് ബിലോ ആയിട്ട് ഒരുപാട് വോയിഡ് സ്പേസ് ഉണ്ട്. നമ്മൾ എർത്തിൻ്റെ ജിയോളജിക്കൽ സ്ട്രാറ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കുറേ വോയിഡ് സ്പേസസ് ഉണ്ട്. ആ ഒരു വോയിഡ് സ്പേസിൽ ഒക്യുപ്പൈ ചെയ്യുന്ന വാട്ടറിനെയാണ് നമ്മൾ ബേസിക്കലി ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്. ഈ ഒരു അണ്ടർഗ്രൗണ്ട് റീജിയൻ അല്ലെങ്കിൽ ബിലോ ദ എർത്ത് സർഫസിലുള്ള ആ ഒരു പോർഷനെ നമ്മൾ മെയിനായിട്ട് 2 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് സാച്ചുറേറ്റഡ് സോണും അൺസാച്ചുറേറ്റഡ് സോണും. അതിൽ അൺസാച്ചുറേറ്റഡ് സോണാണ് നമ്മളെ ഗ്രൗണ്ട് സർഫസിൻ്റെ ജസ്റ്റ് ബിലോ ഉള്ള സർഫസിന് നമ്മൾ പറയുന്നത്. ഇനി അൺസാച്ചുറേറ്റഡ് സോണിൻ്റെ താഴെ വരുന്ന സോണാണ് സാച്ചുറേറ്റഡ് സോൺ. ഈ 2 സോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാച്ചുറേറ്റഡ് സോൺ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ വോയിഡ് സ്പേസ് എന്ന് പറയുമ്പം നമ്മൾ റോക്സൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പം അതിൻ്റെ ഇടയിൽ എന്താ ഒരു അൺഒക്യുപ്പൈഡ് ആയിട്ടുള്ള ഒരു സ്പേസിനെയാണ് നമ്മൾ വോയിഡ് സ്പേസ് എന്ന് പറയുന്നത്. അപ്പം സാച്ചുറേറ്റഡ് സോൺ ആണെങ്കിൽ അവിടെ നമ്മൾ കംപ്ലീറ്റ്ലി ആ ഒരു വോയിഡ് സ്പേസൊക്കെ കംപ്ലീറ്റ്ലി വാട്ടറായി ഫില്ല് ചെയ്യും. വാട്ടർ കംപ്ലീറ്റ്ലി ഫിൽഡ് സോണാണ് സാച്ചുറേറ്റഡ് സോൺ എന്ന് പറയുന്നത്. ഇനി അൺസാച്ചുറേറ്റഡ് സോൺ എന്ന് പറയുന്നത് ഗ്രൗണ്ട് സർഫസുമായിട്ട് കോണ്ടാക്റ്റ് ഉള്ളൊരു സർഫസാണ്. അപ്പോൾ ആ ഒരു റീജിയനിലെ വോയിഡ് സ്പേസ് എന്ന് പറയുന്നത് വാട്ടറും എയറും കൂടി, ആ ഒരു വോയിഡ് സ്പേസിൽ വാട്ടറും ഉണ്ടാവും, അതുപോലെ തന്നെ എന്താ എയറും ഉണ്ടാവും. ഇനി നമ്മൾ പറഞ്ഞു ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത് വോയിഡ് സ്പേസിൽ ഒക്യുപ്പൈ ചെയ്യുന്ന വാട്ടറാണ്. എർത്തിൻ്റെ ജിയോളജിക്കൽ സ്ട്രാറ്റം എന്നുകൊണ്ട് ഇവിടെ മീൻ ചെയ്യുന്നത്, ജിയോളജിക്കൽ സ്ട്രാറ്റം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റോക്ക് ലെയേഴ്സിനെയാണ് നമ്മൾ ജിയോളജിക്കൽ സ്ട്രാറ്റം എന്ന് പറയുന്നത്. ഫൈനായിട്ടുള്ള റോക്കിനെയാണ് നമ്മൾ സെഡിമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ജിയോളജിക്കൽ സ്ട്രാറ്റം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് റോക്ക് ലെയേഴ്സ് വെച്ച് ഫോം ചെയ്തതാണ്. ഡിഫറെൻറ്റ് റോക്ക് ലെയേഴ്സ് അതുപോലെ തന്നെ സെഡിമെൻറ്റ്സും, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോക്സ് ആണ് ഓരോ ലെയേഴ്സിലും പ്രസൻ്റ് ആയിട്ടുള്ളത്. അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനിയുള്ള ക്ലാസ്സുകളിൽ പഠിക്കും. നമ്മുടെ സിലബസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എക്യുഫ്, എക്യുക്ലൂഡ്, എക്യുഫ്യൂജ് അങ്ങനെ കുറേ
തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അക്വിഫയർ എന്ന് പറയുന്നത് ഒരു വാട്ടർ ബെയറിംഗ് ഫോമേഷൻ, ജിയോളജിക്കലി ഫോംഡ് ആയിട്ടുള്ള ഒരു വാട്ടർ ബെയറിംഗ് ഫോമേഷനെയാണ് അവിടെ അക്വിഫർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അക്വിഫറിലെ റോക്ക് ലെയേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. നമ്മൾ ഇപ്പോൾ n നമ്പർ ഓഫ് ലെയേഴ്സ് ഉണ്ടെങ്കിൽ ഒരു ലെയറിലുള്ള പോലെ ആയിരിക്കില്ല റോക്കിൻ്റെ അറേഞ്ച്മെൻറ്റ് സെക്കൻഡ് ലെയറിൽ. അതാണ് ഇവിടെ ജിയോളജിക്കൽ സ്ട്രാറ്റം എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. സിംപ്ലി നമ്മൾ പറഞ്ഞാൽ അറേഞ്ച്മെൻറ്റ് ഓഫ് റോക്സ് ഇൻ ഡിഫറെൻറ്റ് ലെയേഴ്സ്. ഈ ഒരു സെക്ഷൻ നമ്മൾ പറഞ്ഞു ഹൈഡ്രോളജിക്കൽ സൈക്കിളിനെ പറ്റിയാണ് പഠിക്കുന്നത്. അതായത് വാട്ടറിൻ്റെ മൂവ്മെൻറ്റ്, ഒക്കറൻസ്, ഡിസ്ട്രിബ്യൂഷൻ, എങ്ങനെയൊക്കെയാണ് വാട്ടർ സൈക്കിൾ എന്നുള്ളതാണ് ഇവിടെ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം എർത്തിൽ കുറേ വാട്ടർ ബോഡീസ് ഉണ്ട്, ലേക്ക്, റിവർ, ഓഷ്യൻ. അപ്പം നമ്മൾ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ഈ ഓഷ്യനിലും ബാക്കി അതർ വാട്ടർ ബോഡീസിലുള്ള വാട്ടർ എന്താവും, ഇവോപ്പറേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഹൈഡ്രോളജിക്കൽ സൈക്കിളിൽ ഫസ്റ്റ് പ്രോസസ്സാണ് ഇവോപ്പറേഷൻ. വാട്ടർ വേപ്പറായി മാറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇവോപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം നെക്സ്റ്റ് നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ വാട്ടർ വേപ്പർ കണ്ടൻസ്ഡായി പ്രിസിപ്പിറ്റേഷൻ ഫോമിൽ എർത്തിലേക്ക് തിരിച്ചു വരും. അപ്പം ഈ ഒരു പ്രിസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് റെയിൻ, പ്രിസിപ്പിറ്റേഷൻ എക്സാമ്പിളാണ് റെയിൻ എന്ന് പറയുന്നത്. പ്രിസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് റെയിൻ മാത്രമല്ല, നമുക്ക് വേറെയും തരത്തിലുള്ള സ്നോ ആവാം, ഹെയിൽസ് ആവാം. ഇതൊക്കെ പ്രിസിപ്പിറ്റേഷന് എക്സാമ്പിൾസ് ആണ്. ഇനി നമുക്കറിയാം തിരിച്ച് കണ്ടൻസ്ഡ് ആയ വാട്ടർ എർത്ത് സർഫസിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ എന്താ, അതിൻ്റെ ഒരു പാർട്ട് ഓഫ് വാട്ടർ സോയിൽ അബ്സോർബ് ചെയ്യും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ്പിരേഷൻ. സോയിൽ അബ്സോർബ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്. നമുക്കറിയാം എർത്തിൻ്റെ സർഫസിൽ പ്രെസിപ്പിറ്റേഷൻ വഴി വാട്ടർ എത്തിക്കഴിഞ്ഞാൽ അത് എല്ലാ ഭാഗം വാട്ടറും എന്ത് ചെയ്യില്ല, സോയിൽ അബ്സോർബ് ചെയ്യില്ല. അതിൻ്റെ കുറച്ച് പോർഷൻ എന്ന് പറയുന്നത് റൺ ഓഫ് വാട്ടറിൻ്റെ ഫോമിൽ എന്താ തിരിച്ച് ഓഷ്യനിലേക്ക് തന്നെ എത്തും. സോയിൽ അബ്സോർബ് ചെയ്യുന്ന വാട്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫിൽട്രേഷൻ. റിമൈനിങ് വാട്ടറാണ് ഓഷ്യനിലേക്കും ലേക്സിലേക്കും അത് വാട്ടർ ബോഡീസിലേക്ക് ഫ്ലോ ചെയ്ത് തിരിച്ചെന്താ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അപ്പം അതാണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഓരോ പ്രോസസ്സിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. ഫസ്റ്റ് പ്രോസസ് ഇൻ ഹൈഡ്രോളജിക്കൽ സൈക്കിൾ, ഇവോപ്പറേഷൻ. ഇവോപ്പറേഷൻ മീൻസ് വാട്ടർ ഇവോപ്പറേറ്റ്സ് ഫ്രം ഓഷ്യൻ ആൻഡ് ലാൻഡ് സർഫസ് ടു ബിക്കം വാട്ടർ വേപ്പർ ദാറ്റ് ഈസ് ക്യാരിഡ് ഓവർ ദ എർത്ത് ബൈ അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ. എന്താണ് ഇവോപ്പറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്? വാട്ടർ ബോഡീസിൽ നിന്ന് വാട്ടർ വേപ്പറായിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇവോപ്പറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോസസ്സ് പ്രിസിപ്പിറ്റേഷൻ. പ്രിസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് വാട്ടർ വേപ്പർ തിരിച്ച് കണ്ടൻസ്ഡ് ആയിട്ട് എർത്ത് സർഫസിലേക്ക് ഫോൾ ചെയ്യും. അത് ഡിഫറെൻറ്റ് ഫോംസിലാണ് പ്രിസിപ്പിറ്റേഷൻ വരുന്നത്. ഒന്ന് റെയിനായിട്ട് വരാം, സ്നോ, ഹെയിൽ, ഡ്രിസിൽ, ഇതൊക്കെ ടൈപ്സ് ഓഫ് പ്രിസിപ്പിറ്റേഷനാണ്. റെയിൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് വാട്ടർ ഡ്രോപ്ലെറ്റ് ആയിട്ടായിരിക്കും വാട്ടർ എർത്ത് സർഫസിലെത്തുന്നത്. ഇനി സ്നോ ആണെങ്കിൽ ഐസ് ക്രിസ്റ്റൽസ് ആയിട്ടായിരിക്കും. ഹെയിൽസ് ഐസ് ബോൾസ് ആയിട്ട് എർത്ത് സർഫസിലെത്തുന്ന ആ ഒരു പ്രിസിപ്പിറ്റേഷൻ ടൈപ്പാണ്. ഡ്രിസിൽ എന്ന് പറയുന്നത് വെരി ഫൈൻ റെയിൻ ആണ്. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് നമ്മൾ പറഞ്ഞു ഇവോപ്പറേഷൻ, സെക്കൻഡ് പ്രോസസ്സ് പ്രിസിപ്പിറ്റേഷൻ. ഇനി ഹൈഡ്രോളജിക്കൽ സൈക്കിളിൽ തേർഡ് പ്രോസസ്സാണ് ഇൻഫിൽട്രേഷൻ. പ്രിസിപ്പിറ്റേഷൻ വഴി ഗ്രൗണ്ട് സർഫസിലെത്തിയ വാട്ടർ ഇനി നടക്കുന്നത് എന്താ, സോയിൽ അബ്സോർബ് ചെയ്യും. ആ ഒരു പ്രിസിപ്പിറ്റേഷൻ വഴി എർത്ത് സർഫസിലെത്തിയ വാട്ടറിൻ്റെ ഒരു പാർട്ട് സോയിൽ അബ്സോർബ് ചെയ്യും. ആ പ്രോസസ്സിനെയാണ് ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു വാട്ടറാണ് സോയിൽ അബ്സോർബ് ചെയ്ത് ഇൻഫിൽട്രേറ്റ് ചെയ്ത് ഗ്രൗണ്ട് വാട്ടറായിട്ട് ഫോം ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സിലാണ്. ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലാണ് ഗ്രൗണ്ട് വാട്ടർ ഫോം ചെയ്യുന്നത്. ഇനി നമുക്കറിയാം എർത്ത് സർഫസിൽ ഫോളോ ചെയ്യുന്ന എല്ലാ വാട്ടർ കണ്ടൻറ്റും എന്ത് അബ്സോർബ് ചെയ്യില്ല, സോയിൽ അബ്സോർബ് ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു പാർട്ട് തിരിച്ച് ഓഷ്യനിലേക്കും റിവറിലേക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലോ ചെയ്യുന്നുണ്ട്.
പിന്നെ എന്താ ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. തിരിച്ച് ഓഷനിൽ എത്തിക്കഴിഞ്ഞാൽ അത് വീണ്ടും ഇവാപ്രേറ്റ് ആവും. ഇനി നമുക്ക് പറയാം സോയിൽ അബ്സോർബ് ചെയ്ത് ഗ്രൗണ്ട് വാട്ടർ ഫോം ചെയ്യുന്നത് മാത്രമല്ല, നമുക്കറിയാം വാട്ടർ കണ്ടൻ്റൊക്കെ എന്താ പ്ലാന്റ്സും അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു പ്ലാന്റ്സ് അബ്സോർബ് ചെയ്ത് പ്ലാന്റ്സ് ഇവോപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്പിരേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ ഈസ് അബ്സോർബ്ഡ് ബൈ പ്ലാന്റ് റൂട്ട്സ്, മൂവ് ത്രൂ ദ പ്ലാന്റ് ആൻഡ് ഈസ് റിലീസ്ഡ് ആസ് വാട്ടർ വേപ്പർ ഫ്രം സ്മോൾ പോർസ് ഇൻ ദ ലീസ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ. അതായത് പ്ലാന്റ്സ് വാട്ടർ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞ് അതിനെന്താ സ്റ്റൊമാറ്റ വഴി അത് വാട്ടർ വേപ്പറായി ഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഈ ഒരു പ്രോസസ്സും ഇവാപ്രേഷനും സെയിം തന്നെയാണ്. ഇവാപ്രേഷൻ നമ്മൾ പറഞ്ഞു ഓഷ്യൻസ് അല്ലെ വാട്ടർ ബോഡീസിലുള്ള വാട്ടർ ഡയറക്റ്റായി വാട്ടർ വേപ്പറായി ഫോം ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് പ്ലാന്റ്സിലുള്ള വാട്ടർ കണ്ടൻറ്റ് വാട്ടർ വേപ്പറായിട്ട് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ്. ഇനി ഫൈനലി ഒരു ടേം വരുന്നത് ഇവാപ്പോ ട്രാൻസ്പിരേഷൻ. ഇവോപ്പറേഷനും ട്രാൻസ്പിരേഷനെയും നമ്മൾ ടുഗെദറായിട്ട് പറയുന്ന ഒരു പേരാണ് ഇവോപ്പോ ട്രാൻസ്പിരേഷൻ. നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് മെയിനായിട്ട് ഒരു ഹൈഡ്രോളജിക്കൽ സൈക്കിൾ നടക്കുന്ന പ്രോസസ്സ്. ഫസ്റ്റ് വൺ ഇവോപ്പറേഷൻ, സെക്കൻഡ് വൺ പ്രിസിപ്പിറ്റേഷൻ, തേർഡ് വൺ ഇൻഫിൽട്രേഷൻ, ഫോർത്ത് വൺ റൺ ഓഫ്. ഇത്രയാണ് മെയിനായിട്ട് പ്രോസസ്സ്. നമുക്ക് വേണമെങ്കിൽ ഇവോപ്പറേഷനിൽ തന്നെ ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്ന പ്രോസസ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. സെക്കൻഡ് പ്രിസിപ്പിറ്റേഷൻ, ഇൻഫിൽട്രേഷൻ, സർഫസ് റൺ ഓഫ്. ഇത്രയാണ് മെയിനായിട്ട് പ്രോസസ്സ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം ബാക്കി നമ്മൾ പറഞ്ഞു സാച്ചുറേറ്റഡ് സോണും അൺസാച്ചുറേറ്റഡ് സോണും എക്വിഫറിനെ പറ്റിയിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു. അതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.